ഇന്ന് നോർത്ത് ഇന്ത്യയിലും മറ്റും നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജീവിക്കുന്ന ഇസ്ലാമുകൾ അന്യമായി പോയപ്പോൾ ആളുകൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല പള്ളികളും അന്യമായി പോയത്? പള്ളി പൊളിച്ചവരെ ഞാൻ ന്യായീകരിക്കുകയല്ല. ഒരുപാട് പള്ളികളും അന്യമായി പോകാനുള്ള കാരണം അവിടെ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ പള്ളികൾ ആരോ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ പല പ്രാവശ്യവും തുടർച്ചയായും അതുപോലെ ഒറ്റപ്പെട്ടും യാത്രകൾ ചെയ്യാൻ സാഹചര്യമുണ്ടായപ്പോൾ യു പിയിൽ പോയിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബാബരി മസ്ജിദ് പോയതിന് ഒന്നാമത്തെ കുറ്റക്കാർ നമ്മളാണ്. കാരണം എന്താണ്? അവിടെ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഈ പള്ളിയുടെ മഹത്വം പരിപാലിക്കാൻ ആളില്ലാതെയായി പോയി. നമ്മുടെ കൽബിൽ നിന്ന് പള്ളി പോയാൽ ബിൽഡിംഗ് ആയിട്ടൊരു പള്ളി ഇവിടെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പള്ളി പോകാൻ പാടില്ല. ഇന്ന് നമ്മുടെ പല നാടുകളിലും ആളുകൾക്ക് ജുമഅക്ക് നേരത്തെ വരാൻ സമയമില്ല. സമയമാകുമ്പോൾ ഓടി വരും, സലാം വീട്ടിയാൽ ഉടനെ പാഞ്ഞു പോകും. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഇവിടെ പള്ളിക്ക് പരിപാലിക്കാൻ ആളില്ലാതെയാകും. നമ്മുടെ പള്ളികൾ ആരെങ്കിലും കൊണ്ടുപോകും. ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകിച്ചും ആലോചിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമഅക്ക് എത്ര മണിക്കാണ് പള്ളിയിൽ പോയത്? അതിന്റെ അങ്ങേ വെള്ളിയാഴ്ച ഞാൻ എത്ര മണിക്കാണ് പള്ളിയിൽ പോയത്? വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരല്പസമയം പള്ളിയിൽ ഇരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, അൽ കഹ്ഫ് ഓതാൻ, നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിയുന്നത് വരെ ഇരിക്കാൻ, അത് കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു വരാൻ നമുക്ക് നേരമില്ലാതെ വരുന്ന കാലമായാൽ പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളികൾ ആളുകൾ കൊണ്ടുപോകാൻ വരും. നമ്മുടെ ആരാധനാലയങ്ങൾക്ക് മേൽ കൈവെക്കാൻ ആളുകൾക്ക് ധൈര്യം വരും. നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പാലിക്കാതെ വരുമ്പോൾ നമുക്കെതിരെ ആളുകൾ തിരിയും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, മഹാന്മാരായ സ്വഹാബത്ത് നമ്മുടെ കയ്യിലേക്ക് തന്ന പാരമ്പര്യമുള്ള ഇസ്ലാമിനെ അതേപടി നമ്മുടെ കയ്യിലേക്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാളും വരില്ല. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെയും കാരണം മുസ്ലിമീങ്ങളിൽ ഇസ്ലാമില്ല എന്നതുകൊണ്ടാണ്. മുസ്ലിം സമുദായത്തിന് ഇസ്ലാമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ നേരമില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ നേരമില്ല. എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നമുക്ക് നേരം കിട്ടുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ ഖുർആനിനെ കുറ്റം പറയാൻ ആളുകൾ വന്നാൽ അതിൽ അത്ഭുതമുണ്ടോ? പള്ളിയിൽ നേരത്തെ പോകാൻ നമുക്ക് നേരമുണ്ടോ? അല്പസമയം പള്ളിയിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതില്ലെങ്കിൽ നമ്മുടെ പള്ളികൾ കയ്യേറാൻ ആളുകൾ വരുന്നതിൽ അത്ഭുതമുണ്ടോ? നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ മതസ്ഥാപനങ്ങൾക്കെതിരെ ഭീഷണികൾ മുഴങ്ങുന്നതിൽ അത്ഭുതമുണ്ടോ? ആദ്യം നമ്മളാണ് റെഡിയാവേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ കാലങ്ങളിൽ ശത്രുക്കളുമായി ആയുധം ഏന്തി അഭിമുഖീകരിക്കേണ്ട സമയത്ത് തലേന്നു രാത്രികളിൽ കൂട്ടുകാരായ സ്വഹാബികളും താബിഈങ്ങളും കിടന്നുറങ്ങുന്ന ടെന്റുകളിലൂടെ പരിശോധനയ്ക്കിറങ്ങും. നാളെ രാവിലെ ശത്രുവിനോട് സായുധമായി നേരിടാൻ പോവുകയാണ്.
ആയുധമെടുത്തുകൊണ്ട് ശത്രുവിന്റെ മുമ്പിലെത്തണം, പ്രതിരോധിക്കേണ്ട സമയമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തലേന്ന് സൈനിക താവളത്തിലൂടെ ഒന്ന് റോന്തു ചുറ്റും. അപ്പോൾ ചില ആളുകൾ ഉറങ്ങുന്നുണ്ടാകും, കുറെ ആളുകൾ മുസല്ലയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും, ദിക്ർ ചൊല്ലുന്ന ആളുകൾ ഉണ്ടാകും, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, ഇതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആയുധം, അഥവാ ജല്ല ജലാലായ റബ്ബിനോട് നിർവഹിക്കുന്ന ഇബാദത്തും ദുആഉമാണ് ഏറ്റവും വലിയ ആയുധം. ഇതിനെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കാബൂൾ വിജയവേളയിൽ മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു എന്തു ചെയ്യുന്നു എന്ന് നോക്കാനാണ് സൈനിക മേധാവി ആലോചിക്കുന്നത്. മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു എന്തു ചെയ്യുന്നു എന്ന്. അപ്പോൾ മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹുവിന്റെ കൈ വാനലോകത്തേക്ക് ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ്. ആ സമയത്ത് മുസ്ലിം സൈനിക മേധാവി പറയുകയാണ്, മുഹമ്മദ് ബിൻ വാസി എന്നവരുടെ ഈ ഒരു വിരൽ നമുക്ക് ശക്തി നൽകുന്നുണ്ട്. മിൻ അൽഫി ശാബിൻ, 1000 യോദ്ധാക്കളെക്കാൾ, 1000 പടവാളുകളെക്കാൾ ശക്തിയുള്ളത്. ളുഹാ നിസ്കരിച്ചിട്ട് വാനലോകത്തേക്ക് ഉയർത്തി വെച്ചിരിക്കുന്ന മുഹമ്മദ് ബിൻ വാസി എന്നവരുടെ ഈ വിരൽ കൊടിയാണ്. ഈ ഒരു വിരൽ കൊടിയാണ് നമുക്ക് വിജയം നൽകാനുള്ളത്. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന രാപ്പകലുകൾ, അവന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന രാത്രികൾ പകലുകൾ, അതാണ് ഈ സമുദായത്തെ ഇന്നലകളിൽ മുഴുവനും വിജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, നമ്മൾ ഇന്ന് ഭൗതികമായ സൗകര്യങ്ങളുടെ മേൽ അല്ലാഹുവിനെ മറന്നുപോയി. പടച്ചവന്റെ നിയമങ്ങളെ നമ്മൾ കാറ്റിൽ പറത്തിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ ബഅദീ, നിങ്ങളെല്ലാവരും മുശ്രിക്കീങ്ങളായി പോകും എന്ന പേടി എനിക്കില്ല. ഈ സമുദായം മുഴുവനും മുശ്രിക്കീങ്ങളായി പോവോ? ഇല്ല, ആ പേടി എനിക്കില്ല. ചില പ്രസ്ഥാനക്കാർ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. പാരമ്പര്യപരമായ ഇസ്ലാമിക ചിട്ടകളിൽ ജീവിക്കുമ്പോൾ മുശ്രിക്കായി പോയി, ശിർക്കായി പോയി എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും മുശ്രിക്കായി പോകുമെന്ന പേടി എനിക്കില്ല. ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ, നിങ്ങളെല്ലാവരും മുശ്രിക്കീങ്ങളായി പോകും എന്ന പേടി എനിക്കില്ല. പിന്നെ എനിക്ക് എന്ത് പേടിയാണുള്ളത്? നിങ്ങളുടെ മേൽ ഭൗതികത ആധിപത്യം ഉണ്ടാക്കും. നിങ്ങളുടെ മേൽ സാമ്പത്തികമായ സൗകര്യം വരുമ്പോൾ, ഭൗതികമായ സൗകര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ താല്പര്യങ്ങളിലേക്ക് വീണുപോകും. നിങ്ങളെല്ലാവരും വൈകാരികമായ തെറ്റുകളിലേക്ക് വീണുപോകും. ഭൗതികമായ ഭ്രമത്തിലേക്ക് നിങ്ങൾ വീണുപോയാൽ പിന്നെ നിങ്ങൾ മലവെള്ളമൊലിക്കുന്ന സമയത്ത്, മഴവെള്ളമൊലിക്കുന്ന സമയത്ത് അതിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെയായി പോകും. നിങ്ങളെ തടഞ്ഞു വെച്ച് രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട കാലമാണിത്. നിങ്ങളെല്ലാവരും മുശ്രിക്കീങ്ങളായി പോകുമെന്ന പേടി എനിക്കില്ല. അതേ സമയത്ത് നിങ്ങളെല്ലാവരും ഭൗതികമായ താല്പര്യങ്ങളിൽ വീണുപോകും. എനിക്കിഷ്ടമുള്ളതെല്ലാം കഴിക്കണം, അതിന് മതം തടസ്സമാകാൻ പാടില്ല. എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യണം, അതിന് മതം തടസ്സമാകാൻ പാടില്ല. എനിക്കിഷ്ടമുള്ളതെല്ലാം കഴിക്കണം, കുടിക്കണം, കാണണം, നോക്കണം, ചെയ്യണം, പോവണം,
എന്റെ താല്പര്യങ്ങളെല്ലാം നടക്കണം, അതോടൊപ്പം ഞാനൊരു മതത്തിന്റെ ആളാണ് എന്ന രീതിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഭൗതികമായ സമീപനങ്ങൾ മാറിപ്പോയി. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു, വളരെ മനോഹരമായി സ്വർഗത്തെ പടച്ചു. എന്നിട്ട് ആ സ്വർഗത്തിന്റെ മേലെ അനിഷ്ടങ്ങളുടെ ഒരു കവർ കൊണ്ടുവന്നിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ മനോഹരമായി പടച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എങ്ങനെയുണ്ട് സ്വർഗം? വളരെ മനോഹരമായിട്ടുണ്ട്. ആ സ്വർഗത്തെ അല്ലാഹു തആല കവർ ചെയ്തത് കുറച്ച് അനിഷ്ടങ്ങൾ കൊണ്ട്, കുറച്ച് പ്രയാസങ്ങൾ കൊണ്ട് കവർ ചെയ്തു. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. ആ നരകത്തിന്റെ ഭീതി കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുപോയി. ഈ ലോകത്തെ തീ പോലും നരകത്തെ തീ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നരകത്തെ അല്ലാഹു തആല വികാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. നരകത്തെ അല്ലാഹു തആല വികാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. നരകത്തിലേക്ക് പോകാൻ നല്ല രസമാണ്, വീണാൽ വലിയ അപകടമാണ്. സ്വർഗത്തിലേക്ക് പോകാൻ വലിയ പ്രയാസമാണ്, വീണാൽ ഇതുപോലെ ആനന്ദമുള്ള ഒന്ന് വേറെ ഇല്ല എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബി ഈ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണല്ലോ. കാരണം ഇത് കാണാനത്ര ഭംഗിയില്ല, കൊള്ളാനത്ര ഭംഗിയില്ല. ഉള്ളിലെത്തുമ്പോൾ വലിയ ആനന്ദമാണ്, പക്ഷേ എത്താൻ കുറച്ച് പ്രയാസമാണ്. നരകമാണെങ്കിലോ എത്തിയാൽ ഏറ്റവും വലിയ ശിക്ഷയാണ്, പക്ഷേ പോകാൻ വലിയ രസമാണ്. ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ എത്തിപ്പെടുന്നത് നരകത്തിലായിരിക്കും. നഊദു ബില്ലാഹ്. സ്വർഗം അങ്ങനെയല്ല. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം, തണുപ്പുള്ള സമയത്ത് സുബഹിക്ക് എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ വുളു എടുക്കണം. ഒരുപക്ഷെ സുബഹി നിസ്കരിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും. ഇത് ആയത്തോ ഹദീസൊന്നുമല്ല, ഇത് ആയത്തോ ഹദീസൊന്നുമല്ല. എന്താണ് കാരണം? നമ്മുടെ നാട്ടിൽ ഏത് കാലാവസ്ഥയിലും സുബഹി നിസ്കരിക്കാൻ 5 മണിക്ക് ഉണർന്നാൽ മതി. ഏതു കാലാവസ്ഥയിലും അസ്തമാനം 7 മണിക്ക് അപ്പുറത്തേക്ക് ആവാറില്ല. ബക്കറ്റും കൊണ്ട് സംഘാടകർ വരും. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇപ്പൊ ക്യാഷ് കയ്യിലില്ലെങ്കിൽ പേപ്പർലെസ് കാലമാണല്ലോ, അവിടെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം പരിപാടിക്ക്. ഞാൻ അധിക നേരം സംസാരിക്കുന്നില്ല. അപ്പോൾ കേരളീയരായ നമുക്ക് ഏത് കാലത്തും 12 മണിക്കൂർ പകല് കിട്ടും, 12 മണിക്കൂർ രാത്രിയും കിട്ടും. ചെറിയൊരു വ്യത്യാസം വരും. ഏതു കാലാവസ്ഥയിലും 5 മണിക്ക് എഴുന്നേറ്റാൽ സുബഹി ഖദാ ആവാതെ നിസ്കരിക്കാം. 5:30 എഴുന്നേറ്റാലും നിസ്കരിക്കാം. 5:30 ഇവിടെ ഉദിക്കണ കാലം വരൂല. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ത്യ മഹാരാജ്യത്തു തന്നെ കേരളം വിട്ട് വടക്കോട്ട് പോയാൽ 3:30-ക്കും 4 മണിക്കുമെല്ലാം സുബഹിയുള്ള ദേശങ്ങളുണ്ട്. 7 മണി കഴിഞ്ഞ് 8 മണിക്കും മറ്റും അസ്തമിക്കുന്ന ദേശങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ സമയ വ്യത്യാസം നോക്കിയാൽ പ്രിയമുള്ളവരെ,
സുബഹി നിസ്കരിക്കാൻ ചിലപ്പോൾ പ്രയാസമുള്ള നാടുകളുണ്ട്. നമ്മൾ ഏറ്റവും സുഖകരമായ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തിൽ കാസാനിൽ പോയി, റഷ്യയിലെ കാസാനിൽ. അവിടെ 1:30 രാത്രി 1:30 സുബഹി, രാത്രി 9 മണിക്കാണ് അസ്തമാനം. അപ്പൊ രാത്രി എത്ര മണിക്കൂറുണ്ട്? കുറഞ്ഞ സമയമുള്ളൂ. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാനാണെങ്കിലും അങ്ങനെയാണ്. അവർക്ക് ചിലപ്പോൾ 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ വരുന്ന പകലുകൾ ഉണ്ടാവും, ചിലപ്പോൾ തിരിച്ചുണ്ടാവും. ഇതുപോലെയുള്ള ലോകത്തെ ടൈം സോണുകൾ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും സുഖകരമായ ഒരു ടൈം സോണിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമുക്ക് വലിയ സൗകര്യം ചെയ്തിട്ടുണ്ട് സമയക്രമത്തിൽ. എന്നിട്ടും നമ്മൾ സുബഹി ഖളാ ആക്കിയാൽ നമ്മൾ എത്ര വലിയ കുറ്റക്കാരാണ്. ഇനി കാലാവസ്ഥ നോക്കിയാലോ, നമുക്ക് 365 ദിവസവും ഈ കുപ്പായം ഇട്ടാൽ മതി. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല. ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ നോക്കിയാൽ, ഈ വരുന്ന നവംബർ മുതൽ അങ്ങോട്ട് നോക്കിയാൽ ഫെബ്രുവരി വരെ മരം കോച്ചുന്ന തണുപ്പാണ്. ഈ തണുപ്പ് കാലത്ത് അവർക്ക് ബ്ലാങ്കറ്റ് ഇട്ടാൽ മാത്രം പോരാ, സെറ്റർ ധരിച്ചാൽ മാത്രം പോരാ. ചില സംസ്ഥാനങ്ങളിൽ ചെന്നാൽ കോട്ടിന്റെ ഉള്ളിൽ ഒരു കനൽ ചട്ടി കൂടി വെക്കും. കശ്മീരിലൊക്കെ പോയാൽ ഈ തണുപ്പ് കാലത്ത് നല്ല കനലിട്ട ചട്ടി കുപ്പായത്തിന്റെ ഉള്ളിൽ ചൂട് കിട്ടാൻ വേണ്ടി ആളുകൾ കൊണ്ടു നടക്കും. അത്രയും വലിയ തണുപ്പുള്ള നാടുകളാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള മാസങ്ങൾ മരം കോച്ചുന്ന തണുപ്പിന്റെ മാസങ്ങളാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരുവിൽ കഴിയുന്ന, അതുപോലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ വർഷവും ബ്ലാങ്കറ്റ് വിതരണം ചെയ്യാറുണ്ട്. ആ ബ്ലാങ്കറ്റ് വിതരണത്തിലൂടെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. 500 രൂപ മുതൽ മേലോട്ട് ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ സീസണിൽ ബ്ലാങ്കറ്റ് എത്തിച്ചു കൊടുത്തത്. ഇക്കൊല്ലവും അതിന്റെ പദ്ധതിയുണ്ട്. നിങ്ങളൊക്കെ ആ പദ്ധതിയുടെ ഭാഗമാകണം. സോഷ്യൽ മീഡിയയിലൂടെ അത്തരം സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളൊക്കെയും അതിന്റെ ഭാഗമാകണം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്ക് ബ്ലാങ്കറ്റ് എത്തിക്കാൻ കഴിഞ്ഞു. സഹായിച്ചവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. പ്രിയമുള്ളവരെ, അറിയുമോ, നല്ല കാലാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഉത്തരേന്ത്യ എന്നല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയാലോ മരം കോച്ചുന്ന തണുപ്പല്ല, ഐസാവുന്ന സ്ഥലങ്ങളുണ്ട്. കാസാനിൽ നിന്ന് ഞങ്ങൾ ബുൾഗാർ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് പോയി. ആ ദ്വീപിലേക്ക് കപ്പൽ, ഒരു ബോട്ട് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. എന്നാൽ അവര് പറഞ്ഞു കുറച്ചു നാളും കൂടി കഴിഞ്ഞു വന്നാൽ ഇതുവഴി നടന്നു പോകാൻ പറ്റും, ഐസായിട്ടുണ്ടാവും. അപ്പോൾ ഐസാകുന്ന സ്ഥലങ്ങളുണ്ട്, മഞ്ഞു പെയ്യുന്ന സ്ഥലങ്ങൾ, ഐസ് പെയ്യുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള ദേശങ്ങളുള്ളപ്പോൾ അല്ലാഹു തആല എത്ര നല്ല ഒരു കാലാവസ്ഥയിലാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നിങ്ങളിൽ ഏറെക്കുറെ ആളുകളും അറിയുകയും പരിപാടികൾ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഹിജറ 1446 റബീഉൽ അവ്വലിന്റെ തലേന്ന് മുതൽ റബീഉൽ അവ്വൽ 12 മദീനയിലെത്തുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയ അതേ വഴിയിലൂടെ സഞ്ചരിച്ചതിന്റെ പ്രസന്റേഷനാണ് ഹിജറ എക്സ്പെഡിഷൻ എന്ന പേരിൽ അൽഹംദുലില്ലാഹ് ഇപ്പോ വിവിധ രാജ്യങ്ങളിലായി 24 സ്ഥലങ്ങളിൽ നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ സിറാജുൽ ഹുദയിൽ വെച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബൈത്തുൽ ഇസ്സയിൽ ഉണ്ടായിരുന്നു. ഈ വരുന്ന ആഴ്ചയിൽ പല സ്ഥലങ്ങളിലുണ്ട്. നാളെ മംഗലാപുരത്ത് മലഹറിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നടക്കുന്നുണ്ട്. ആ യാത്രയുടെ ട്രാവലോഗ്, സഞ്ചരിച്ചു പോയ വഴികളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ട്രാവലോഗ് ഒരു പുസ്തകമായി നിങ്ങളുടെ കയ്യിൽ, ഒരു സചിത്ര പുസ്തകം
ഹിജറയുടെ സഞ്ചാര വഴികളെ ഹൃദയം ചേർത്തുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ വരും. എല്ലാവരും ഓരോ കോപ്പി വാങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയുടെ വഴി അറിയാനുള്ള മനോഹരമായ ഒരു വായനയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഒരു കാലാവസ്ഥ നൽകി. ആ കാലാവസ്ഥയുടെ അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഈ വർഷത്തിൽ ഏതു ദിവസവും നമുക്ക് ഈ വസ്ത്രം ധരിച്ചാൽ മതി. ബ്ലാങ്കറ്റ് പുതക്കേണ്ട ദിവസം വരുന്നില്ല. കാലക്രമേണ ചില കാലാവസ്ഥയിൽ ചൂട് കൂടിയിട്ടുണ്ടെന്നതൊഴിച്ചാൽ ഉത്തരേന്ത്യയിൽ ചൂടുകാലത്ത് നാൽക്കാലികൾക്ക് ഫാൻ വെച്ചു കൊടുക്കും, ചിലപ്പോ കൂളർ വെച്ചു കൊടുക്കും. എന്നാലും പോത്തിനും എരുമയ്ക്കും ഒക്കെ ചൂട് ബാധിക്കും. അത്രയും പെരുത്ത ചൂടുള്ള കാലം. തണുപ്പ് വന്നാലോ ഈ നാൽക്കാലികൾക്കും കുപ്പായം ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് തണുപ്പ് ബാധിക്കും. ഇങ്ങനെയുള്ള കാലാവസ്ഥാ വ്യത്യാസങ്ങളുണ്ട് ലോകത്ത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാലാവസ്ഥ തന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് അനിഷ്ടങ്ങൾ അഥവാ നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് തണുപ്പത്ത് തണുപ്പുള്ള വെള്ളത്തിൽ ഉളു എടുക്കണം. അന്യ സ്ത്രീകളെ, അന്യ പുരുഷന്മാരെ സമീപിക്കുന്നതിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിക്കണം. സാമ്പത്തികമായ വ്യവഹാരങ്ങളിൽ പലിശയിൽ വീണുപോകാൻ പാടില്ല. അന്യനെ അപഹരിക്കാൻ പാടില്ല. വരുമാന മാർഗങ്ങൾ ശുദ്ധിയുള്ള മാർഗങ്ങളായിരിക്കണം. ഇഷ്ടം പോലെ തോന്നിയതുപോലെ പണമുണ്ടാക്കാനോ വിനിയോഗിക്കാനോ പാടില്ല. അങ്ങനെ നിയന്ത്രണങ്ങളുടെ ലോകമാണ് സ്വർഗം. ആ നിയന്ത്രിക്കുന്നവർക്കുള്ള വീടാണ്. മഹാനരായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു നല്ല വീട് പണിഞ്ഞയാള് വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ എഴുതി വെക്കാൻ ഒരു കവിത തരുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത കവിത ഏതാണ്? അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാ ലിഖറാബി ദഹ്രി നബ്നീഹാ. അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടിയാണ്. മനുഷ്യൻ പിന്നെയും അധ്വാനിച്ചുണ്ടാക്കുക. അവിടെയും പറമ്പുണ്ട്, അവിടെയും ബിൽഡിംഗ് ഉണ്ട്, അവിടെയും കമ്പനി ഉണ്ട്. 40 ഷോപ്പുണ്ട്, 50 ഷോപ്പുണ്ട്, 60 കമ്പനിയുണ്ട്. ഈ സമ്പാദ്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ. നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവനും നമ്മൾ അനന്തരാവകാശികൾക്ക് വേണ്ടി സ്വരൂപിക്കുകയാണ്. നിങ്ങൾ മരിക്കുന്നതോടുകൂടി നിങ്ങളുടെ സ്വത്ത് മുഴുവൻ മക്കളുടേതായി അല്ലെങ്കിൽ അനന്തരാവകാശികളുടേതായി മാറി. ഇതിനു വേണ്ടിയാണോ നിങ്ങൾ കോടിപതിയായത്? അവർക്കെന്തു ചെയ്യാനാണ്? അവർക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്. അവർക്ക് തോന്നിയതുപോലെ വിനിയോഗിക്കാനുള്ളതാണ്. അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ. മക്കൾ ദരിദ്രരാകാതിരിക്കാനുള്ള സമ്പാദ്യം നല്ലതാണ്. പക്ഷേ മക്കൾ ദൂർത്തടിക്കുന്നവരാകാനുള്ള സമ്പാദ്യം ചിലപ്പോൾ അപകടമാണ്. നമ്മൾ ജീവിതകാലത്ത് പിശുക്കി വെക്കും. കൊടുക്കേണ്ടവർക്ക് പോലും കൊടുക്കാതെ വെക്കും. അവകാശികൾക്ക് പോലും കൊടുക്കാതെ വെക്കും. ദാരിദ്ര്യമുള്ളവർക്ക് പോലും കൊടുക്കാതെ വെക്കും. ആവശ്യമുള്ളവർക്ക് പോലും നൽകാതെ വെക്കും. അതെല്ലാം വെച്ചാൽ നിങ്ങളുടെ കോടികളുടെ ആസ്തികൾ മുഴുവനും അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാ ലിഖറാബി ദഹ്രി നബ്നീഹാ. നമ്മുടെ വീടുകളൊക്കെ കാലത്തിന് ഇല്ലായ്മ ചെയ്തു കളയാനാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ വാങ്ങി വീടുണ്ടാക്കും. എത്രയോ ലൈഫ് ടൈം ഗ്യാരണ്ടി ഉള്ള വീട്.
ഓരോ സാധനം വാങ്ങുമ്പോഴും ഏറ്റവും നല്ല ബ്രാൻഡ് വാങ്ങി, ഏറ്റവും നല്ല വിലപിടിപ്പുള്ളത് വാങ്ങി. നല്ല വീട് നമ്മൾ ഉണ്ടാക്കി വെച്ചു. നമ്മുടെ മക്കളുടെ കാലം വരുമ്പോൾ മക്കൾ പറയും ഈ വീട് പഴയതായി പോയി, അതങ്ങ് തട്ടിക്കളയാം. വദൂറുനാ ലിഖറാബിദ്ദഹ്രി നബ്നീഹാ. എന്റെ വാപ്പ എന്റെ വീട് വെച്ചപ്പോൾ അത് 100 കൊല്ലത്തേക്ക് ഈടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വെച്ചതാണ്. പക്ഷേ വാപ്പ 30 കൊല്ലം ജീവിച്ചു കഴിഞ്ഞു വഫാത്തായപ്പോൾ വീട് ഔട്ട്ഡേറ്റഡ് ആയി പോയി, വീട് പൊളിച്ചു കളഞ്ഞു. ഇതുപോലെയല്ലേ നമ്മുടെ നാട്ടിലുള്ള നടപടികൾ? വദൂറുനാ ലിഖറാബിദ്ദഹ്രി നബ്നീഹാ. നമ്മൾ പണിയുന്ന വീട് കാലം ഇല്ലായ്മ ചെയ്യുകയാണ്, കാലപ്പഴക്കം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആവുകയാണ്, പിന്നെ മക്കൾക്ക് പോലും വേണ്ട. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദേശം ജീവിതത്തിൽ പാലിച്ച നേതാവാണ്. സ്വഹാബത്ത് ഈ സന്ദേശം ജീവിതത്തിൽ പാലിച്ച നേതാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വഫാത്താകുമ്പോൾ അവിടുത്തെ വീടിന്റെ വലിപ്പം എത്രയായിരുന്നു? എത്ര വലിപ്പമുള്ള വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്? മദീനത്ത് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജറത്തു ഷരീഫ് നോക്കിയാൽ മതി, അതാണ് ആ വീടിന്റെ വലിപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറമാടപ്പെട്ടിരിക്കുന്ന ഭവനം അവിടുത്തെ വീട് മാത്രമല്ല, അത് ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ഒരു പത്നിയോടൊപ്പം ജീവിച്ച വീടും, ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീടും, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടും, സൗദ ബിൻത് സമ്അ റളിയല്ലാഹു അൻഹയുടെ വീടും, ഈ 4 or 5 വീടുകൾ കൂടിയതാണ്. സലാം പറയാൻ നിൽക്കുന്ന സ്ഥലവും ആ റൂമിന്റെ ബാക്ക് അറ്റം വരെയുള്ള സ്ഥലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ വലിപ്പമാണിത്. അവിടുന്ന് പറഞ്ഞ സന്ദേശം കറക്റ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ 1/2 നൂറ്റാണ്ടിലേറെ ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചു. ഏത് വീട്ടിലാണെന്നറിയുമോ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫുള്ള വീട്ടിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെയും ഖബർ കഴിഞ്ഞുള്ള സ്ഥലത്ത് ഒരു കർട്ടൻ ഇട്ട് അതിന്റെ ബാക്കിലുള്ള സ്ഥലത്താണ് 1/2 നൂറ്റാണ്ടോളം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. അവിടുത്തെ വീട് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാ ലിഖറാബിദ്ദഹ്രി നബ്നീഹാ വഅമൽ ലിദാരിൻ ഗദൻ. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ സമ്പത്ത് നീ ഒരു പരിധി വിട്ട് സമാഹരിച്ചാൽ അത് നിന്റെ അനന്തരാവകാശികൾക്ക് വെച്ചിട്ട് പോകാനുള്ളതാണ്. അവര് നിനക്ക് വേണ്ടി ഒരു ചില്ലിക്കാശും ചിലപ്പോൾ ചെലവഴിക്കണമെന്നില്ല, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് തരണമെന്നില്ല, നിനക്ക് വേണ്ടി മക്കൾ എന്തെങ്കിലും ഒരു ആത്മീയ കാര്യത്തിനെങ്കിലും വിനിയോഗിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മോനെ, നാളത്തെ ഒരു വീടിന് വേണ്ടി അധ്വാനിച്ചോ. ആ വീടിന്റെ സെക്യൂരിറ്റി ആരാണെന്നറിയുമോ? റിളവാൻ അലൈഹിസ്സലാമാണ്. അഥവാ സ്വർഗമെന്ന വീടിന് വേണ്ടി നീ പരിശ്രമിച്ചോ. വൽജാറു അഹ്മദു വറഹ്മാനു നാശീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽപക്കത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വീടാകുന്ന സ്വർഗത്തിൽ താമസിക്കാൻ നാളത്തെ വീടിന് വേണ്ടി നീ പരിശ്രമിച്ചോ. ഇവിടത്തെ വീട്ടിൽ നീ മയങ്ങിപ്പോവണ്ട. ഇതാണ് നമ്മുടെ ആത്മീയതയുടെ മുഴുവനും അടിസ്ഥാനം.
നമ്മൾ ഇന്ന് ആത്മീയമായ കാര്യങ്ങൾ ആലോചിക്കാൻ ആളുകൾക്ക് നേരമില്ല. ഭൗതികമായ വ്യവഹാരങ്ങളിൽ നമ്മൾ നീണ്ടുപോവുകയാണ്. ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ അന്യമായപ്പോൾ നമ്മുടെ എല്ലാം നാടുകളിൽ നിന്ന് ഇസ്ലാമികമായ ചിഹ്നങ്ങൾ എടുത്തുപോയി. നിങ്ങൾ വിചാരിക്കും ബംഗാളിലെയും ബീഹാറിലെയും ആസാമിലെയും യുപിയിലെയും ഹരിയാനയിലെയും എല്ലാം ജനങ്ങൾ പണ്ട് മുതലേ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, മതമില്ലാത്തവരാണ്. അല്ല, നമ്മളെക്കാൾ വലിയ പണ്ഡിതന്മാർ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്നു. അഥവാ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നവരെക്കാൾ വലിയ ഒരുപാട് പണ്ഡിതന്മാര് കഴിഞ്ഞുപോയ നാടാണ് ഉത്തരേന്ത്യ. അല്ലാതെ പണ്ട് മുതലേ ഇസ്ലാം ഇല്ലാത്ത നാടല്ല. ലോകത്തുനിന്ന് കിട്ടാവുന്ന വലിയ പണ്ഡിതന്മാരെ മുഗളന്മാർ ഭരണാധികാരികളായിരുന്നപ്പോൾ എല്ലാ രാജ്യത്തു നിന്നും ഉത്തരേന്ത്യയിൽ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയുമോ, സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഫത്വ കൊടുത്ത് അന്തമാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഫദ്ലുൽ ഹഖ് അൽ ഖൈറാബാദി റളിയല്ലാഹു അൻഹു ആരാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ആന്ത്രോത്ത് ദ്വീപിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഉബൈദുല്ലാഹ് തങ്ങളാണ്. പഞ്ചാബിലെ സർഹിന്ദിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണ്? മുജദ്ദിദുൽ അൽഫിസ്ഥാനി സയ്യിദു സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് സയ്യിദന്മാർ ഉത്തരേന്ത്യയിലെ ഒരുപാട് ദേശങ്ങളിലെത്തി. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ എവിടെ നിന്ന് വന്നതാ? മഹാനവർകൾ ഇറാനിൽ നിന്ന് മദീനയിൽ പോയി, അവിടെ നിന്ന് ബഗ്ദാദിൽ വന്ന്, അവിടെ നിന്നാണ് മഹാനവർകൾ അജ്മീറിലേക്ക് വന്നത്. ബൽഗ്രാം ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുൽ ഖാദിരി അന്ന് അതുപോലെ ബഗ്ദാദിൽ നിന്ന് വന്ന മഹാനാണ്. ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാര്, ആലിമീങ്ങൾ, എന്തിനേറെ ലോകത്തെ ഏറ്റവും ആധികാരികമായ ഹദീസ് ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും മനോഹരമായ ആദ്യത്തെ പ്രിന്റ് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്, ഉത്തരേന്ത്യയിൽ നിന്ന്. 6 ഹദീസ് ഗ്രന്ഥങ്ങൾക്കും ഇന്ത്യയിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അറബിയിൽ. ഇതുപോലെയുള്ള വലിയ പാരമ്പര്യമുള്ള നാടാണ് ഉത്തരേന്ത്യ. എന്നാൽ പിൽക്കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ആയിപ്പോയത്? മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഉണ്ടാക്കിയ പള്ളികളും മദ്രസകളും പാരമ്പര്യങ്ങളും പല നാടുകളിലും ഇല്ലായ്മ ചെയ്തു പോവുകയും സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമാവുകയും രാജ്യത്തിനു വേണ്ടി ഇറങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ ഒരുപാട് പള്ളികൾ അനാഥമായി, ഒരുപാട് പണ്ഡിതന്മാര് കൊല ചെയ്യപ്പെട്ടു, മതസ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും അജ്മീർ ഷരീഫിലായിരുന്നു. അവിടെ നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്, ജാമിഅ മൊയ്നിയ. അൽഹംദുലില്ലാഹ്, ഖാജാ തങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ 10 വർഷം മുമ്പ് ചെല്ലുമ്പോൾ അവിടെ ഒരു മുത്തഅല്ലിമിനെ കാണാനില്ല. ഏത് നാടാ? ഖാജാ തങ്ങളിലൂടെയാണ് കോടിക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാം കിട്ടിയത്. ഖാജാ തങ്ങളിലൂടെയാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ശ്രീലങ്കയിലെയും കോടിക്കണക്കിന് ആളുകൾ 800 വർഷം മുമ്പ് ഇസ്ലാം അറിഞ്ഞത് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളിലൂടെയാണ്. ആ മഹാനവറുകളുടെ നാട്ടിൽ ഒരു 10 മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന സമ്പ്രദായം കാണാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മലയാളികൾ അവിടെ ജാമിഅ മൊയ്നിയ എന്ന സ്ഥാപനം ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ബുധനാഴ്ച അവിടെ ഏകദേശം 300ഓളം വരുന്ന ആളുകൾക്ക് ബിരുദം കൊടുക്കുന്ന മഹത്തായ സമ്മേളനം നടന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പരിസരത്തെ പാനൂരിലുള്ള ഒരു മൊയ്നി ചെറുപ്പക്കാരൻ, മുസ്മിർ മൊയ്നി എന്നാണ് ആ കുട്ടിയുടെ പേര്. കഴിഞ്ഞ വർഷം മൊയ്നിയായി ഇറങ്ങിയതാണ്. അയാളോട് കഴിഞ്ഞ വർഷം ഞങ്ങൾ പറഞ്ഞു, ഖാജാ തങ്ങളുടെ മകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സർവാറിൽ നല്ല ഒരു മദ്രസയില്ല,
അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി വിദ്യാഭ്യാസ പ്രവർത്തനം ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഇന്ന് സർവാറിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, നല്ല മദ്രസയുണ്ട്, ദർസുണ്ട്. ഒരു വർഷമാകുന്നതേ ഉള്ളൂ, വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതേതു നാടാണ്? 800 കൊല്ലം മുമ്പ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളുടെ മകൻ ജീവിച്ചിരുന്ന അഹമ്മദ് ബാവശൽവാരി റളിയല്ലാഹു അൻഹു, ഫഖറുദ്ദീൻ ബാവശൽവാരി തങ്ങളുടെ നാടാണ്. അവിടെ രാഷ്ട്രീയ കാരണങ്ങളാൽ പിൽക്കാലത്ത് ഇസ്ലാമിക പാരമ്പര്യങ്ങൾ നഷ്ടമായി പോയപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിവരങ്ങൾ അന്യമായി. പഞ്ചാബിലെ പല നാടുകളിലും മദ്രസകളില്ലാതെയായപ്പോൾ, മതപണ്ഡിതന്മാരില്ലാതെയായപ്പോൾ അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം അറിയാതെയായി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരിക്കൽ വഅ്ള് പറയുമ്പോൾ നമ്മുടെ സദസ്സ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും സിഖുകാരോടാണ് വഅ്ള് പറയുന്നത്. അവര് സിഖുകാരെ പോലെ രോമം നീക്കാത്തവരായി, സുന്നത്ത് കഴിക്കാത്തവരായി, മരണപ്പെട്ടാൽ ചുട്ടുകളയുന്നവരായി മാറി. അവര് മുസ്ലിങ്ങളാണ്. അടിസ്ഥാനപരമായി മതപഠന സംവിധാനങ്ങൾ അന്യമായപ്പോൾ അവർ അത്തരം സാഹചര്യങ്ങളിലേക്ക് മാറിപ്പോയി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളോടൊരു സഹോദരൻ പറഞ്ഞു, ഏകദേശം 8 ലക്ഷത്തോളം മുസ്ലിങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ മതിയായ മദ്രസകളില്ല, ദീനീ സമ്പ്രദായങ്ങളില്ല. ഇതൊന്നുമില്ലാതെ ആളുകൾ വിഷമിക്കുന്നു. കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പ് ഞങ്ങൾ ബാർമീർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഇന്ത്യയുടെ അതിർത്തി പ്രദേശമാണ് ബാർമീർ. അവിടെ 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന നാടാണ്. അവിടെ 4ാം ക്ലാസ് വരെയാണ് ആളുകൾ പഠിക്കുന്നത്. മാക്സിമം വിദ്യാഭ്യാസം 8ാം ക്ലാസ് വരെയാണ്. +2 പ്രായത്തിൽ ആൺകുട്ടികൾ കല്യാണം കഴിക്കും. പെൺകുട്ടികൾ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എത്തുന്ന പ്രായമായിട്ടുണ്ടാവും. നമ്മൾ പോയത് എന്നാണെന്നറിയോ? 21 വയസ്സാക്കി പ്രഖ്യാപിക്കുമെന്ന് പേടിച്ചിട്ട് സുബൈക്കും മഗ്രിബിനും ളുഹറിനും അസറിനും ഒക്കെ നമ്മൾ ഓടി നടന്ന് നിക്കാഹ് നടത്തുന്ന കാലത്ത്. അക്കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ദേശത്ത് ചെന്നപ്പോൾ അവിടെ +2 പ്രായത്തിലുള്ള ആൺകുട്ടികൾ 8ലും 10ലും പഠിക്കുന്ന പെൺകുട്ടികളാണ് വിവാഹിതരാകുന്നത്. ഇതുപോലെയുള്ള വിദ്യാഭ്യാസ അടിസ്ഥാനമില്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ, അതിൽ 10-45 ഗ്രാമങ്ങളും 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളാണ്. അവിടെ വിദ്യാലയങ്ങളില്ല, അധ്യാപകന്മാരില്ല, മതിയായ മാർഗദർശികളില്ലാതെ ആ നാടുകൾ വിഷമിക്കുകയാണ്. എന്തിനാണ് ഞാനിത് പറയുന്നത്? നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോയാൽ അടുത്ത ഒരു തലമുറയിൽ നമ്മളും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമുക്കിന്നിതിന്റെ വില അറിയണില്ല. നമ്മുടെ നാട്ടിലെ മദ്രസയുടെ വില നമ്മൾ അറിയണില്ല. ഇന്ന് മദ്രസയിൽ താരതമ്യേന കുട്ടികൾ കുറയുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുട്ടികളുടെ മദ്രസാ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കൾക്ക് ജാഗ്രത വേണം. അവര് കൃത്യമായി മദ്രസയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കണം. അവരേതു ക്ലാസ്സിൽ പഠിക്കുന്നു എന്നറിയണം. പഠന നിലവാരം വിലയിരുത്തണം. ഈ മദ്രസാ സമ്പ്രദായമില്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് വിഷമത്തിലാണ്. അറിയുമോ, നമുക്ക് നമ്മുടെ റബ്ബിനെ അറിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ, ഖുർആൻ പഠിക്കാൻ ഈ നാട്ടിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹീതമായ സംവിധാനമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന പ്രാഥമിക മദ്രസകൾ. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഞങ്ങൾ ഗോരഖ്പൂരിൽ നിന്ന് ലക്നൗ വരെ യാത്ര ചെയ്തു. ഒരുപാട് മുസ്ലിം സമുദായങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളുണ്ട്.
അവിടെയെല്ലാം അവർക്ക് ഈമാൻ കാര്യമറിയാത്ത, ഇസ്ലാം കാര്യമറിയാത്ത, പ്രാഥമിക ഇസ്ലാമിക ന്യായങ്ങൾ അറിയാത്ത, പൊതുവിദ്യാഭ്യാസം പോലുമില്ലാതെ പാടത്തോ കമ്പനികളിലോ പണിയെടുക്കുന്ന നമ്മുടെ സമുദായത്തിന്റെ മക്കളുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മുടെ നാട്ടിലുള്ള അനുഗ്രഹങ്ങളെ വിലയിരുത്താൻ. നമ്മൾ ഭൗതിക സൗകര്യത്തിൽ, നമ്മൾ അഹങ്കാരത്തിലേക്ക് പോകാൻ പാടില്ല. ഈ ഭൗതികതയാണ് നമ്മളെ ഇന്ന് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഭൗതികമായ സൗകര്യങ്ങൾ വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫഅമൽ ലിദാരിൻ ഗദൻ റിളവാനു ഖാസിനുഹാ വൽ ജാറു അഹ്മദു വർ റഹ്മാനു നാശീഹാ.